السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരങ്ങൾ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിക്കണേ എന്ന് ആവർത്തിച്ചിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ ഒരു സംഗമം അതിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതാനും വാക്കുകളിൽ മാത്രം ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്താകമാനം ഇസ്ലാം വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ വിവാദമല്ലാതിരുന്ന മതത്തിന്റെ ചിഹ്നങ്ങൾ പോലും ഇന്ന് ബോധപൂർവം തന്നെ ചില ആളുകൾ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു പ്രവണത കാണാൻ സാധിക്കുന്നു. അതിന് ഒരു പരിധിവരെ കാരണം മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും അവിടെ നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്യേണ്ടുന്ന അത് അത്യാവശ്യമായ സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ആളുകളിൽ ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളും, ഉദാഹരണമായി താടി, അതൊരു എന്തൊക്കെയോ ചില ഭീതിയുടെ അടയാളങ്ങളായി കാണുന്നവർ ലോകത്തെമ്പാടും. എന്നാൽ എല്ലാ സിഖുകാരും താടിയുള്ളവരാണ്. ആ താടിയെ ഒരാളും ഭയപ്പെടുന്നില്ല. എല്ലാ സിഖുകാരും മതത്തിന്റെ ഭാഗമായി അവർ സ്വീകരിക്കുന്ന ചിഹ്നങ്ങളെ എവിടെയും സ്വീകരിക്കുന്നു. അതിനെ ആരും തെറ്റായ പ്രവണതയായി കാണുന്നില്ല. എന്തുകൊണ്ട്? പല കാരണങ്ങൾ അതിലുണ്ട്. അതിലൊന്ന്, സിഖുകാരിൽ എല്ലാവരും ആ ഷിആർ, ആ ചിഹ്നം സ്വീകരിക്കുന്നു എന്നതാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ താടി വളർത്തുന്ന മുസ്ലിമിനെ പരിഹസിക്കാൻ മുസ്ലിങ്ങൾ തന്നെ തയ്യാറാകുന്നു എന്നിടത്താണ് തിരുത്തൽ ആവശ്യമുള്ളത്. മത മേലാളന്മാരായി അറിയപ്പെടുന്ന പലരംഗത്തും മാതൃകവരായി പരിചയപ്പെടുത്തപ്പെടുന്ന
മുസ്ലിമീങ്ങളെ മൊത്തം നേതൃത്വം തങ്ങളുടെ കൈകളിലാണ് എന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാരിൽ പോലും പലരും ഇത്തരം മതചിഹ്നങ്ങളെ നിരാകരിക്കുന്നവരോ പുച്ഛിക്കുന്നവരോ തന്നെയാണ് എന്നത് അതിന്റെ കൂടെ കൂട്ടി വായിക്കുക. മറുഭാഗത്ത് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമായി വിശുദ്ധ ഖുർആനിന്റെ പല അധ്യാപനങ്ങളെയും തീവ്രവാദ പ്രേരകങ്ങളായി ബോധപൂർവം മുദ്രകുത്താനുള്ള ശ്രമങ്ങളും ലോകവ്യാപകമായി തന്നെ ഉണ്ട്. എന്താണ് പരിഹാരം? അവിടെയാണ് നമുക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കുന്നുവെങ്കിൽ ആ ഒരു മുസ്ലിമിനെ നോക്കി ഇവൻ കുഴപ്പക്കാരനാണ് എന്ന് പറയാൻ ന്യായമായി ഒരാളെ കൊണ്ടും സാധ്യമല്ല. കേവലം ആരോപണങ്ങളുമായി ഇറങ്ങുന്നവർ പോകട്ടെ, അത് പരിഗണിക്കേണ്ടതില്ല. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വഴി ഏറ്റവും ശരിയായ ഒരു വക്രതയുമില്ലാത്ത ഋജുവായ വഴിയാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ വഴി കാണിക്കുന്നത് ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായ വഴിയിലേക്കാണ്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ സംസ്കാരങ്ങളോ ജീവിതത്തിൽ പാലിച്ചതിന്റെ പേരിൽ അയാൾ നാട്ടിൽ കുഴപ്പക്കാരനായി എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസം, റഹ്മാനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന, അവന്റെ സൃഷ്ടികൾ എത്ര വലിയവരാണെങ്കിലും അവർ പ്രാർത്ഥന അർഹിക്കുന്നില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം സ്വീകരിച്ചതിന്റെ പേരിൽ അയാൾ നാട്ടിൽ പ്രശ്നക്കാരനായി ശല്യക്കാരനായി ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇനി മറ്റു മേഖലകളിലാണെങ്കിലും വേഷവിധാനത്തിൽ, സംസ്കാരങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ, അയൽപ്പക്ക മര്യാദകളിൽ, സാമൂഹ്യ ജീവിതത്തിൽ എല്ലാം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ അയാൾ വളരെ മോശക്കാരനായ അയൽവാസിയായി മാറി ഒരു മുസ്ലിം ആയതുകൊണ്ട് അയാൾ വലിയ മോശപ്പെട്ട സാമ്പത്തിക ക്ലെയിം ചെയ്യുന്ന ആളായി മാറി അയാൾ ഖുർആനിന്റെ ആളായതുകൊണ്ട് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലൈംഗിക രംഗത്തെ മര്യാദകൾ പാലിച്ച് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് അയാളെ പേടിച്ചുകൊണ്ട് ഈ നാട്ടില് മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഒരാൾക്കും ഉണ്ടാകുന്നില്ല. കാരണം ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായ, ഏറ്റവും ഖയ്യിമായ, ഏറ്റവും ചൊവ്വായ വഴിയിലേക്കാണ് ഈ ഖുർആൻ വഴി കാണിക്കുന്നത് എന്ന് ഖുർആൻ തന്നെയും അവകാശപ്പെടുന്നു. എന്നിട്ടും മുസ്ലിങ്ങളെ കുറിച്ച് ഈ നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ നാടുകളിൽ നടക്കുന്നുവെങ്കിൽ, ആ നിലയ്ക്കുള്ള തെറ്റിദ്ധാരണകൾ നാട്ടിലുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഒന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന്റെ പോരായ്മയല്ല, നേരെ മറിച്ച് ആ ആദർശം ജീവിതത്തിൽ പാലിക്കുന്നിടത്ത് മുസ്ലിങ്ങൾ പിറകോട്ട് പോയതാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അവിടെ പ്രമാണം പഠിച്ച് പ്രമാണങ്ങൾ അടുത്തെറിഞ്ഞ് ആ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നതല്ലാത്ത മറ്റൊരു മാർഗം ആ രംഗത്തില്ല. ആ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എന്നൊക്കെ ജീവിച്ചുവോ അന്നെല്ലാം അവർ ഏവരാലും ആദരിക്കപ്പെടുകയും ഏവരാലും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ചരിത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ചില ചരിത്രങ്ങളിൽ കാണാം, മദീനയിലെ ഖാദിയായി, ജഡ്ജിയായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നിയമിച്ചുവെന്നാണ്. ഒരു വർഷം ഖാദി സ്ഥാനത്ത് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ഖലീഫക്ക് ഒരു രാജിക്കത്ത് കൊടുക്കുന്നു. ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിവാകാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഒഴിവാക്കി തരണമെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ഖലീഫ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അമിൻ മശഖത്തിൻ ലക യാ ഉമർ, അല്ല ഉമർ, വല്ല പ്രയാസങ്ങളും ഈ രംഗത്ത് ഉണ്ടായത് കൊണ്ടാണോ ഒഴിവാകുന്നത്? ഈ സ്ഥാനം വഹിക്കുന്നതിൽ, ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വല്ല പ്രയാസവും ഉണ്ടായിട്ടാണോ താങ്കൾ ഒഴിവാകാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് അല്ല, പ്രയാസം കൊണ്ടല്ല.
നേരെ മറിച്ച് എന്നെ നിയമിച്ച സമൂഹത്തിൽ ഒരു ഖാലിയുടെ ജഡ്ജിയുടെ ആവശ്യമില്ല. അത്തരം സമൂഹമാണത്. കാരണം ഖദ് അറഫ കുല്ലും മിൻഹും മാ ലഹു മിൻ ഹഖ്ഖിൻ, അവിടെയുള്ള എല്ലാ ഓരോരുത്തരും തങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി മനസ്സിലാക്കിയവരാണ്. എന്റെ ഹക്കെന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളും. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരാളെ കാണാതായാൽ എല്ലാവരും അയാൾ അന്വേഷിക്കുന്നു. ഒരാൾ രോഗിയായാൽ എല്ലാവരും അയാളെ സന്ദർശിക്കുന്നു. ഒരാൾ മരിച്ചാൽ എല്ലാവരും ആ ജനാസയെ അനുഗമിക്കുന്നു. അങ്ങനെ എണ്ണി 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 അദ്ദേഹം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ചോദിച്ചത് എന്നിരിക്കെ എനിക്ക് ആ സമൂഹത്തിൽ എന്താണ് അവരോട് തർക്കിക്കാനുള്ളത്? അത്തരമൊരു സമൂഹത്തിന് എനിക്ക് എന്താണ് തർക്കിക്കാനുള്ളത്? എന്തിനെനിക്ക് വിധി പറയാനുള്ളത്? അവിടെ വിധി പറയണമെങ്കിൽ, കേസ് തീർപ്പാക്കണമെങ്കിൽ, അവിടെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെ കേസ് ഉണ്ടായിട്ട് വേണ്ടേ, പ്രശ്നമുണ്ടായിട്ട് വേണ്ടേ പരിഹാരം നിർദ്ദേശിക്കാൻ? അവിടെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അവിടെ ഒരു ഖാദിയുടെ, ഒരു ജഡ്ജിയുടെ ആവശ്യമില്ല. അതിനാൽ എന്നെ ഒഴിവാക്കി തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പ്രമാണത്തിൽ ഊന്നി മുസ്ലിം ഉമ്മത്ത് ജീവിച്ചപ്പോഴുണ്ടായ ഒരു ശരിയായ പച്ചയായ ചിത്രമാണ് സഹോദരങ്ങളെ അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ തന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ പീഡനങ്ങൾ ശക്തമായപ്പോൾ അദ്ദേഹം ഹിജ്റ പോകാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ വഴിയിൽ നിന്ന് കണ്ട ശത്രുപക്ഷത്തുള്ള ഇബ്നു ദുഗന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തോട് നാട് വിട്ടു പോകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇബ്നു ദുഗന്ന പറഞ്ഞ വാക്കുണ്ട്, മിസ്ലുക യാ അബൂബക്കർ ലാ യുഖ്റജ് വലാ യഖ്റുജ്. മിസ്ലുക യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, താങ്കളെപ്പോലുള്ള ആളുകൾ ലാ യുഖ്റജ് വലാ യഖ്റുജ്, നിങ്ങളെപ്പോൾ ആളുകളെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ല, നാട് വിട്ടു പോകാനും പാടില്ല. നിങ്ങളെപ്പോൾ ആളുകൾ ഈ നാട്ടിൽ ആവശ്യമുണ്ട്. ഇത്തരം ആളുകൾ ഈ നാട്ടിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോൾ ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാവതല്ല, അവർ നാട്ടിൽ നിന്ന് പോകാനും പാടില്ല. അതുകൊണ്ട് താങ്കളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാം. ആ നാട്ടിൽ പോയി ഞാൻ പ്രഖ്യാപിക്കാം, അബൂബക്കറിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിക്കാം. എന്നാലും ശരി, താങ്കൾ ഈ നാട് വിട്ടു പോകരുത് എന്ന് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ചു കാണിക്കുന്ന അക്വമായ വഴി, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ശരിയായ വഴി, ആ വഴിയിലൂടെ മുന്നോട്ട് പോയി എന്നത് മാത്രമാണ് സഹോദരങ്ങളെ അതിനുള്ള ഒരേ ഒരു കാരണം. എങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളെമ്പാടുമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അത് പർവ്വതീകരിച്ച് അത് ഹൈലൈറ്റ് ചെയ്ത് അത് എല്ലാ സ്ഥലത്തും ഒരു വിലാപമായി, അതൊരു വലിയ വിഷമമായി പറയുന്നതിൽ മാത്രം അർത്ഥമില്ല. അതിനപ്പുറത്ത് പരിഹാരങ്ങളാണ് കാണേണ്ടത്. പ്രശ്നങ്ങളെമ്പാടുമുണ്ട്. എല്ലാവരും പ്രശ്നങ്ങളെ പറ്റി പറയുന്നു. എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, മതസംഘടനകളാവട്ടെ, എല്ലാവർക്കും പറയാനുള്ളത് പ്രശ്നങ്ങളെ കുറിച്ചാണ്. പക്ഷെ അതിനപ്പുറത്ത് പരിഹാരത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. പരിഹാരം എന്ത്? ഒരേ ഒരു പരിഹാരം, അക്വമായ വഴിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക. അതിന് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങുക. അതിന് ആ ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം, ഖുർആൻ പഠിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനാകുന്ന വഴികാട്ടി, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ സംശയമില്ലെന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്, വഴികാട്ടിയാണ്. റബ്ബിനെ സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ മാർഗദർശനം ഈ ഖുർആൻ നൽകും. ആ ഖുർആൻ വഴികാട്ടിയാണ്. ആ വഴികാട്ടിയുടെ പിന്നാലെ പോയാൽ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അവകാശപ്പെട്ട ആ ഗ്രന്ഥം കൈവശമുണ്ടെങ്കിൽ അതിലേക്കുള്ള മടക്കം മാത്രമേ പരിഹാരമായിട്ടുള്ളൂ. ഒന്നാമത്തെ ദൗത്യം അവിടെയാണ്. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. അതിന് പ്രമാണങ്ങൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള വചനങ്ങൾ ഒന്ന് മറിച്ചു വെച്ചിട്ട് ഒന്ന് പാരായണം ചെയ്താൽ എത്ര ആയത്തിൽ എന്റെ റബ്ബനോട് എന്ത് പറയുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന ആലോചന സഹോദരങ്ങളെ പ്രധാനമാണ്.
എത്ര ആയത്തോതി പോകുമ്പോൾ എനിക്കറിയാം ഈ ആയത്തിന്റെ ആശയം ഇന്നതാണ്, ഈ ആയത്തിലൂടെ എന്റെ റബ്ബനോട് ആവശ്യപ്പെട്ടത് ഇന്ന കാര്യമാണ് എന്ന് എത്ര ആയത്തിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പഠിക്കാനും അന്വേഷിക്കാനുമുള്ള എമ്പാടും സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ട്. ധാരാളം സൗകര്യങ്ങൾ. കയ്യിലിപ്പുള്ള കേവലം ഒരു മൊബൈൽ ഫോൺ മതി ഇന്ന് ഏത് വിഷയം എവിടെ വെച്ചും പഠിക്കാൻ. ഏതു ഭാഷയിലും ഏതു സമയത്തും നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകാവുന്ന രൂപത്തിലുള്ള ഒരു വലിയ സംവിധാനം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. സെക്കൻഡുകൾ കൊണ്ട് ഏത് വിഷയവും തേടിപ്പിടിക്കാൻ, ഏത് വിഷയവും അന്വേഷിക്കാനും പഠിക്കാനും, അത് ഏത് ഭാഷ ലഭിക്കാനും, ലോകത്ത് എവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും എവിടെ നിന്നും കേൾക്കാനുമുള്ള സംവിധാനം സഹോദരങ്ങളെ എത്ര വലിയ നിഅമത്താ. ഈ സംസാരം ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്, ഒരുപക്ഷെ ഇതിന്റെ 10 ഇരട്ടി മനുഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 50 കൊല്ലം മുമ്പ് നമുക്കത് സങ്കല്പിക്കാൻ കഴിയും. 50 കൊല്ലം മുമ്പ് സങ്കല്പിക്കാൻ കഴിയോ? ഈ വീഡിയോ അടക്കം ആളെ കണ്ടുകൊണ്ട് ലൈവായി ലോകത്ത് ഏതു കോണിലാണെങ്കിലും ഏതു രാജ്യത്താണെങ്കിലും അവിടെയെല്ലാം ചെന്ന് വാതിലടച്ചകത്തിരുന്നു കൊണ്ട് കേൾക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. പഴയ കാലത്തൊക്കെ പോകാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിട്ട് അടക്കുമായിരുന്നു. ഇന്ന് അടച്ചാ സുഖമാണ്, അകത്തിരുന്നിട്ട് കേൾക്കാം. വാതിലടച്ചകത്തിരുന്ന ആ വഴിക്ക് ഞാൻ പോണില്ല, ആ കേൾക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചകത്തിരുന്നാല് അവിടെ ഇരുന്നിട്ട് ലൈവായ ആളെ കണ്ടുകൊണ്ട് ആ സംസാരം കേൾക്കാൻ, സംശയങ്ങൾ ഉന്നയിക്കാൻ, ചോദിക്കാൻ, പഠിക്കാൻ, അന്വേഷിക്കാനുള്ള സൗകര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയെങ്കിൽ നമുക്കുള്ള ഉൾറുകൾ, നമുക്കുള്ള ഒഴികഴിവുകൾ അവസാനിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. റബ്ബിന്റെ മുമ്പിൽ റബ്ബേ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ ഇനി നമുക്ക് വകുപ്പില്ല. ഈ സൗകര്യം ഒക്കെ ഉണ്ടായിട്ട്, ഈ സൗകര്യമെല്ലാം ഉണ്ടായിട്ട് റബ്ബേ എനിക്ക് അറിയില്ലായിരുന്നു, പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് മാർഗമില്ല, വഴിയില്ല എന്ന് നാം തിരിച്ചറിയുക. ഇമാം മാലിക് റഹിമഹുല്ലാ മദീനയിലെ ഇമാം എന്നറിയപ്പെട്ട ആളാണ്. ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാം എന്ന സ്ഥാനപ്പേര് അറിയപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ. അദ്ദേഹത്തെ കാണാൻ ഒരാൾ വരുന്നു മസ്അല ചോദിക്കാൻ. അയാളുടെ നാട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആ നാട്ടിലെ ആലിമീങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവസാനം അവർ തീരുമാനിച്ചു, ഇനി ഈ വിഷയത്തിൽ തീരുമാനം പറയാൻ മദീനയിലെ ഇമാം മാലിക്കിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ ഒരാൾ ഔദ്യോഗികമായി അവർ മദീനത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അന്നത്തെ കാലഘട്ടങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. അദ്ദേഹം വന്ന് ഇമാം മാലിക്കിനെ കണ്ട് പറയുന്ന വാക്ക്, ജിഅ്തുക മിൻ മസീറത്തി 6 അശ്ഹുർ, 6 മാസത്തെ വഴിദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹമ്മദനി അഹ്ലു ബലദി ഫീ മസ്അലത്തിൻ അസ്അലുക അൻഹാ. എന്റെ നാട്ടുകാർ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാനിൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ സ്വഹീഹായ പരമ്പരയിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മാസം സഞ്ചരിച്ച് മദീനത്തേക്ക് വരുന്നു ഒരു മസ്അല പഠിക്കാൻ. ഇതേ വിഷയം ഇന്നാണെങ്കിലോ നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടായി, മദീനയിൽ ഇമാം മാലിക് ഉണ്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് അവിടെ ജീവിച്ചിട്ടുള്ള മഹാപണ്ഡിതന്മാരുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ടിക്കറ്റും ഫീസ് എടുത്ത് ഇവരുടെ യാത്ര പോയി അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് അന്വേഷിച്ച് ചോദിച്ച് തിരിച്ചു പോരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. സെക്കൻഡുകൾ കൊണ്ട് ഒരു ഫോൺ കോള്, 2 കൊല്ലം മുമ്പ് വരെ നമുക്കൊരു ഫോൺ കോൾ വേണമായിരുന്നു, ഇന്ന് അതും വേണ്ട. വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകൾ വന്നപ്പോ ജസ്റ്റ് ഒരു ചോദ്യം അതിലിട്ടാൽ തന്നെ ലോകത്തെവിടെയുമുള്ള ആളുകളോട് അതേസമയം അതിന്റെ മറുപടി ടെക്സ്റ്റ് അടക്കം ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായി. വല്ലാത്തൊരു നിഅമത്തല്ലേ അതൊക്കെ. നമ്മുടെ മുൻഗാമികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് നമുക്ക് തുറന്നു തന്നു. എങ്കിൽ അതൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് എല്ലാ സൗകര്യമുണ്ട്. ഏകദേശം ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ്.
ഇതെല്ലാം ഉണ്ടായിട്ട് ഇനി റബ്ബിന്റെ മുമ്പിൽ ചെന്ന് റബ്ബേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല, ഞാനൊരു സാധാരണക്കാരനായിരുന്നു, ഞാനൊരു നാടനായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ എന്താ സഹോദര നമുക്ക് വകുപ്പുള്ളത്? അതുകൊണ്ട് ആ രംഗത്ത് ദൗത്യം തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നമ്മളെല്ലാം എന്നോടടക്കമാണ് സൂചിപ്പിക്കുന്നത്. പഠിക്കാൻ ഒരുങ്ങുക. ഇൽമിന്റെ വാതിലുകൾ ആ നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. പഴയ കാലത്ത് കേട്ടുകേൾവി മാത്രമുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ കൈയെത്തുന്ന ദൂരത്ത് എല്ലാം ലഭ്യമായി. ഈ ഒരു ഗ്രാമപ്രദേശത്ത് പോലും അൽഹംദുലില്ലാഹ് ഇത്ര വലിയ ഒരു സംവിധാനം ഉണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. മുതിർന്ന പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാം, ഒരു കിതാബ് നോക്കാൻ വേണ്ടി അവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരു ഹദീസ് അന്വേഷിക്കാൻ എത്ര മാസമാ സഞ്ചരിച്ചത്. ഇന്ന് കയ്യിലെ ഫോണിലടിച്ചാൽ സ്വഹീഹ് ബുഖാരി കംപ്ലീറ്റ് അതിന് കിട്ടും, ഒരു റുപ്യ മുടക്കില്ല. അറബി വായിക്കാൻ കഴിയില്ലേ, ട്രാൻസ്ലേഷൻ കിട്ടും. ഏത് ഭാഷയെ വേണ്ടത് പറഞ്ഞാൽ മതി, ആ ഭാഷയിൽ അതിന് പരിഭാഷ കിട്ടും. ഇനി വായിക്കാൻ കഴിയുന്നില്ലേ, വായിച്ച് കേൾപ്പിച്ചു തരും നിങ്ങൾക്ക്. വിശദീകരണം ആവശ്യമുണ്ടോ, അതും കിട്ടും അതേ ഫോണിൽ. എന്താ മുടക്ക്? ഒരു മുടക്കില്ല. എങ്കിൽ ഇത്രയേറെ വിശാലമായ സൗകര്യങ്ങൾ, ഇത്രയേറെ വലിയ സംവിധാനങ്ങൾ ദീനു പഠിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയെങ്കിൽ ഇതിൽ നിന്ന് തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നുവെന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ആ നിലക്കുള്ള ഒരു ദൗത്യ നിർവഹണം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് പഠിക്കണമെന്ന താല്പര്യമുണ്ട്. പഴയ കാലങ്ങളെ പോലെയല്ല, അറിയണം പഠിക്കണമെന്ന താല്പര്യമുണ്ട്. പഠിക്കാൻ അവസരം കിട്ടാത്തവർക്ക് അതിന് വേദനയുണ്ട്. മക്കളെങ്കിലും ആ വഴിയിലേക്ക് വരണമെന്ന താല്പര്യമുണ്ട്. എങ്കിൽ അതൊക്കെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണേ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ നിലയ്ക്ക് ദീനു പഠിക്കാൻ, പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടുത്തറിഞ്ഞ് അവയിലൂടെ സഞ്ചരിച്ച് അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം പ്രക്രമീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. നമുക്ക് ആ രംഗത്ത് അൽഹംദുലില്ലാഹ് ധാരാളം സംവിധാനങ്ങൾ, ധാരാളം പ്രഭാഷണങ്ങൾ, ഒട്ടനവധി സീഡികൾ, നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മതം പഠിക്കണം. മതത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ എന്താണ് ശരിയായ മതത്തിന്റെ അധ്യാപനം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ശരിയും തെറ്റും വേർതിരിച്ചു പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാകണം. നാട്ടിൽ ദീനു പഠിച്ചവരുണ്ടാകണം, കുടുംബത്തിൽ ദീനു പഠിച്ചവരുണ്ടാകണം. പണ്ഡിതന്മാർ നാടിന്റെ വിളക്കുകളാണ്, നാടിന്റെ വിളക്കാണ്. അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മൗത്തുൽ ആലിം മൗത്തുൽ ആലം എന്നാണ്. മൗത്തുൽ ആലിം, ഒരു ആലിമിന്റെ മരണം, മൗത്തുൽ ആലം ലോകത്തിന്റെ മരണമാണ്. ഒരു പണ്ഡിതൻ മരിക്കുമ്പോൾ ലോകത്തിന് ഒരു ദിശ നൽകുന്ന ഒരു വിളക്കാണ് അവിടെ അണഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പഠിപ്പിച്ചു വെച്ചത്, 1000 ആബിദുകൾ മരിക്കുന്നതിനേക്കാൾ പിശാചിനിഷ്ടം ഒരു ആലിം മരിക്കലാണ്. ഇബാദത്തിൽ മുഴുകിയ 1000 ആളുകൾ മരിക്കുന്നതിനേക്കാൾ പിശാചിനിഷ്ടം ഒരു ആലിം മരിക്കൽ. കാരണം എന്താ? ഒരു ആബിദ് അത് അയാളിൽ മാത്രം ഒതുങ്ങുന്നു. ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, എല്ലാ നന്മയും ചെയ്യുന്നു, അത് അയാളിൽ മാത്രം ഒതുങ്ങുന്നു. ഏറി വന്നാൽ അയാളുടെ കുടുംബം കൂടി അയാളുടെ മാതൃക സ്വീകരിക്കുന്നു. ഒരു ആലിമോ അയാൾക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, ആ നാട്ടിന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മാത്രമല്ല. ഇമാം ബുഖാരി 1200 കൊല്ലം മുമ്പ് റഷ്യയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനാണ്. റഷ്യക്കാർക്ക് മാത്രമാണോ അതിന്റെ നന്മ കിട്ടിയത്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമാണോ ആ നേട്ടം കിട്ടിയത്? ലോകത്തേക്കെമ്പാടും 12 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് ഇന്നും ലോകത്ത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിൽ ഒരു ആലിം മരിച്ചാൽ ശൈത്വാൻ ഇഷ്ടമാണ് 1000 ആബിദുകൾ മരിക്കുന്നതിനേക്കാൾ. ഒരു വിളക്ക് ഇവിടെ അണഞ്ഞു പോവുകയാണ്. എങ്കിൽ പണ്ഡിതന്മാർ ഉണ്ടായി വരണം. ദീനു പഠിച്ചവർ, ഇഖ്ലാസുള്ള അമൽ ചെയ്യുന്ന ആലിമീങ്ങൾ ഉണ്ടായി വരണം. അതാണ് സമൂഹത്തിന് ആവശ്യം. എന്താണ് മതമെന്ന് കൃത്യമായി സമൂഹത്തിന് ബോധവൽക്കരണം നൽകാൻ. മതത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന്, ഭീകരവാദത്തിന്റെ മതമാണെന്ന്, അതേപോലെ തിന്മയുടെ വഴിയാണ് എന്ന് പ്രചാരണങ്ങൾ വരുമ്പോൾ എന്താണ് ആ രംഗത്ത് മതം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവണം. മതത്തിന് നേരെ വരുന്ന വിമർശനങ്ങളെ പ്രമാണത്തിലൂന്നി
പ്രമാണത്തിലൂന്നി അതിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടാവണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും തന്നെയാണ് നിർവഹിക്കേണ്ടത്. ആ ഒരു വഴിയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം സഹോദരന്മാരെ അനിവാര്യമാണ്. മുസ്ലിം ലോകത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു. മുസ്ലിം ലോകത്ത് ബൃഹത്തായ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ടായ ഇൽമിന്റെ മേഖല അതിസമ്പന്നമായ ഒരു കാലഘട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ നൂറ്റാണ്ടുകളിൽ പിന്നീട് അത് കുറെ കാലത്തേക്ക് കെട്ടടങ്ങി ആ ഗ്രാഫ് താഴോട്ട് പോയി. തഖ്ലീദ് എന്ന രോഗം വന്നതോടുകൂടി ഇജ്തിഹാദിന്റെ വഴിവിട്ട് അന്ധമായ തഖ്ലീദിലേക്ക് ഹിജ്റ 5, 6, 7, 8, 9 നൂറ്റാണ്ടുകളിലായി അന്ധമായ തഖ്ലീദിലേക്ക് മുസ്ലിം ലോകം ഒന്നിച്ചു പോയപ്പോൾ വൈജ്ഞാനികമായ വളർച്ച അവിടെ ഇല്ലാതായി. പണ്ട് എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിക്കുകയും അതിനാവശ്യമായ അടിക്കുറിപ്പുകൾ എഴുതുന്നിടത്തു മാത്രം, അതിനാവശ്യമായ വ്യാഖ്യാനം എഴുതുന്നിടത്തു മാത്രം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഒതുങ്ങിക്കൂടുന്ന അന്ധമായ മദ്ഹബി പക്ഷപാതിത്വങ്ങൾ, അന്ധമായ അനുകരണങ്ങൾ ലോക മുസ്ലിമീങ്ങളെ ഒന്നാകെ പിടികൂടിയ ഒരു സാഹചര്യത്തിൽ വൈജ്ഞാനികമായി മുസ്ലിം ലോകം പിറകോട്ട് പോയി, വളർച്ച ഇല്ലാതായി. പക്ഷെ അൽഹംദുലില്ലാഹ് ഇക്കഴിഞ്ഞ 1-2 നൂറ്റാണ്ടായി ആ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാണ് ലോകാടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകാടിസ്ഥാനത്തിൽ മക്ക മദീന ആസ്ഥാനമായി, സൗദി അറേബ്യ ആസ്ഥാനമായി ഉണ്ടായ ഒരു ഉണർവ് അവിടെ മാത്രം അവസാനിച്ചില്ല, ലോകത്തേക്ക് മൊത്തം അതെത്തി. പഴയകാല ഗ്രന്ഥങ്ങൾ പൊടിപിടിച്ചു പോയ, സമൂഹം കാണാതെ പോയ ഗ്രന്ഥങ്ങൾ രണ്ടാമത് തേടിപ്പിടിച്ച് സമൂഹത്തിലേക്ക് അത് ഇറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതേപോലെ നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങി എല്ലാ വിജ്ഞാന മേഖലകളും രണ്ടാമത് കൊണ്ടുവന്ന് അത് ജനകീയമാക്കുന്ന വല്ലാത്തൊരു വിപ്ലവം ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവർക്കും ലഭ്യമാകാവുന്ന രൂപത്തിൽ സൗജന്യമായി തന്നെ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളും ആ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ പോലും അതിന്റെ ഒരു മാറ്റങ്ങൾ നമുക്കിന്ന് പ്രകടമാണ്. എങ്കിൽ ആ ഒഴുക്കിന്റെ കൂടി അത് അനുകൂലമാക്കി മാറ്റാൻ നമ്മളും ശ്രമിക്കുക, അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുക. പഴയ കാലത്ത് പഠിച്ചവർ 1-2 പേർ അവരെന്തു പറഞ്ഞു അത് മതമായി സ്വീകരിക്കുക. ഇന്നതല്ല, അറിയാനും അന്വേഷിക്കാനും പഠിക്കാനുമുള്ള സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ശരിയായ മതത്തിന് ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായ റൂട്ടിൽ തന്നെ മനസ്സിലാക്കി അത് ശരിയായ വഴിയിൽ തന്നെ പകർന്നു നൽകാൻ സാധിക്കുന്നവർ ഉണ്ടായി വരട്ടെ. സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്, ജാമിഅ അൽ ഹിന്ദിലേക്ക് നിങ്ങളൊക്കെ മക്കൾ വരട്ടെ. 10ാം ക്ലാസ് കഴിഞ്ഞവർ, +2 കഴിഞ്ഞവർ, അങ്ങനെയുള്ള മക്കളെ ഈ വഴിയിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ ശ്രമിക്കുക. അവിടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താല്പര്യമുള്ള രക്ഷിതാക്കൾ ആ നിലക്ക് ബന്ധപ്പെട്ടുകൊണ്ട് മക്കൾ ആ വഴിയിൽ വിടാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തുക. അത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടായി വരണം, അത്തരം സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടായി വരണം. കൊച്ചു സ്ഥാപനങ്ങൾ മുതൽ വലിയ വലിയ സംരംഭങ്ങൾ വരെ എല്ലാ ഭാഗത്തും ഉണ്ടായി വരണം. അതൊക്കെ തന്നെയാണ് നമുക്ക് ആ രംഗത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം. ആ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണേ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കുക. ഇത്ര വലിയ അധ്വാനം ചെലവഴിച്ച് ഇത്ര വലിയ സംരംഭം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും റഹ്മാനായ റബ്ബിന്റെ ദീന് റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. നമ്മളാരും സംരക്ഷിച്ചില്ലെങ്കിലും ദീനിന് കോട്ടമൊന്നുമില്ല. റബ്ബ് ഏറ്റതാണ്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന്. നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും മതത്തിന് നഷ്ടമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ നമുക്ക് ലാഭമുണ്ട്. ദീന് തകർന്നു പോകുന്നില്ല, അത് റബ്ബ് നോക്കിക്കൊള്ളും. പക്ഷെ ദീനിന് സേവനം ചെയ്ത്, ദീനിന് ഖിദ്മത്ത് ചെയ്ത് നാം രക്ഷപ്പെടാൻ ശ്രമിക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക. അല്ല നമ്മളൊക്കെ നിർത്തിപ്പോയി, നമ്മളൊക്കെ അവസാനിപ്പിച്ചാൽ ഇതൊക്കെ ഇല്ലാതാകുമെന്ന ധാരണ മൗഢ്യമാണ്. നമ്മളെക്കാൾ സജീവരായി ഈ രംഗത്തുണ്ടായിരുന്നവർ നിർത്തിപ്പോയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കാലങ്ങളായി ഇത് ഏറ്റെടുത്ത് ഇത് നേതൃത്വം നൽകി കൊണ്ടുപോയിരുന്ന ആളുകൾ പലരും നിർത്തിപ്പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ വരെ ദീനിനെതിരായി നടന്ന മനുഷ്യന്മാർ ഇത് തിരിഞ്ഞു നടന്ന് അവർ ദീനിന്റെ ഈ പതാകയുമേന്തി മുമ്പിലേക്ക് നിൽക്കുന്നതാ നമ്മൾ കണ്ടത്.
മദ്യപിച്ച് റോട്ടിൽ കിടന്ന മനുഷ്യന്മാർ, എല്ലാ തോന്നിവാസങ്ങളുടെയും പിന്നാലെ പോയവർ, മതത്തിനെതിരെ തിരിഞ്ഞു പോയവർ, നിരീശ്വര നിർമ്മല പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു പോയവർ, അവർ പോലും ഒരു സുപ്രഭാതത്തിൽ അത് അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് ഈ ദീനിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രബോധന സംരംഭങ്ങളിൽ മുമ്പിൽ നിൽക്കുന്നവരായി മാറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ സുന്നത്താണ്, അവന്റെ നടപടിക്രമമാണത്. നമ്മൾ നിർത്തിപ്പോയാൽ ഇത് പൊളിയുന്നൊന്നും വിചാരിക്കണ്ട. അതിന് പടച്ച റബ്ബ് സംവിധാനം വേറെ ഏർപ്പെടുത്തും. വലിയ 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 പണ്ഡിതന്മാർ വഴിമാറിപ്പോയിട്ട് ലോകാടിസ്ഥാനത്തിൽ മതത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ആ വഴി മറ്റു പലരും അത് കൈകാര്യം ചെയ്യും. എങ്കിൽ ദീനിന് സേവനം ചെയ്തുകൊണ്ട്, ദീനിന് ഖിദ്മത്ത് എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അതിലൂടെ വല്ലതും നേടാൻ, പാരത്രികമായ ലോകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുക. അതാണ് നാം അവിടെ കാണേണ്ടത്. ആ നിലയ്ക്കുള്ള ചില തിരിച്ചറിവുകൾ നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെ ആ രംഗത്തുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി റബ്ബിനെ ഏൽപ്പിക്കുക. ചെയ്യാൻ പറ്റിയത് ചെയ്യുക, ബാക്കി തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എളുപ്പമാക്കി തരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റെ ഇടവും ധൈര്യവും എല്ലാം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ ദീനിന്റെ വഴിയിൽ ആത്മാർത്ഥമായ പ്രബോധന സംരംഭങ്ങളിൽ പങ്കാളികളാവാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ ദീന് പഠിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.